ഹായ് ഓൾ നമസ്കാരം. വെൽക്കം ടു ട്രേഡിംഗ് ബെൽസ്. നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ ധൻ പ്ലാറ്റ്ഫോമിൽ സ്വിംഗ് ട്രേഡിംഗ് മാത്രമായിരുന്നു ചെയ്തിരുന്നത്. കാരണം എൻ്റെ ഫുൾ ടൈം പ്രൊഫഷൻ എന്ന് പറയുന്നത് വീഡിയോ എഡിറ്റിംഗ് ആണ്. അപ്പോൾ അതിനോടൊപ്പം എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിനെ അപേക്ഷിച്ച് ഇപ്പോൾ സെബിയുടെയൊക്കെ കണക്ക് പ്രകാരം 95% ആൾക്കാർ, 99% ആൾക്കാർ ലോസിലാണ്. കൂടുതലും ആൾക്കാർ ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണ് ചെയ്യുന്നത് അല്ലേ. കാരണം ചെറിയ ക്യാപിറ്റൽ മതി നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ഉണ്ടാക്കാം എന്ന് നിരന്തരമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയാസ് വഴിയും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. വളരെ സിമ്പിളാണ് ട്രേഡിംഗ് അല്ലേ. സിമ്പിളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കാണുന്ന രീതി അനുസരിച്ചിട്ടിരിക്കും. പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് സെറ്റിനോട് അനുസരിച്ചിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പുകൾ നമ്മളിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമുക്കത് സിമ്പിളായിട്ട് പിന്നീട് അത് കൊണ്ടുപോകാൻ കൊണ്ട് സാധിക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്നും അറിയാത്ത ഒരാൾ ആഴക്കടലിലേക്ക് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയാണ് എല്ലാവരും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലേക്ക് ചാടുന്നത്. ആദ്യമായിട്ട് ബിഗിനേഴ്സായിട്ട് വരുന്ന ആൾക്കാർ, മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇതെൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതിയാകും. എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഒരിക്കലും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ പോയി ട്രേഡ് ചെയ്യരുത്. അതായത് റിയൽ മണി ഇട്ടുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കില്ല, ഞാനും കേൾക്കാറില്ലായിരുന്നു. അപ്പോൾ ഇനിയാണെങ്കിലും ഇതാരും കേൾക്കാൻ പോകുന്നില്ല. അവനവൻ്റെ കൈ പൊള്ളുന്ന സമയത്തെ അവനവനത് ഒന്ന് നിർത്തി പിന്നീട് നമ്മൾ ഈ പറഞ്ഞതിനെ കുറിച്ചിട്ടൊക്കെ, ആര് പറഞ്ഞതിനെ കുറിച്ചിട്ട്, ഞാനല്ല വേറൊരാൾ പറഞ്ഞതിനെ കുറിച്ചിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഏതൊരു ബിസിനസ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് എപ്പോഴാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഈ ട്രേഡിങ്ങിൻ്റെ അപ്ഗ്രേഡഡ് വേർഷനാണ് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. കാരണം ട്രേഡിങ്ങിൽ ആദ്യം വരുന്ന ബിഗിനേഴ്സിന് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഓക്കെ, ഇതാണ് റിയാലിറ്റി, ഇതാണ് കേട്ടോ. കാരണം നമുക്ക് ഇപ്പം സോഷ്യൽ മീഡിയാസ് വഴി ഇന്ന സ്ക്രീൻഷോട്ടുകൾ, ഇത്ര പ്രോഫിറ്റ്സുകൾ, ഇതൊക്കെ കാണാനെ കൊണ്ട് സാധിക്കും. പക്ഷേ ഞാൻ റിയാലിറ്റി വെച്ചുകൊണ്ടിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇതാദ്യം നമ്മളൊരു ബിസിനസ്സിനെ കാണുമ്പോൾ, നമ്മളൊരു ബിസിനസ് തുടങ്ങി അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് എപ്പോഴാണെന്നറിയോ? നമ്മൾ ഈ ട്രേഡിംഗ് എന്നല്ല, ഏതൊരു ബിസിനസ് ആണെങ്കിലും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ബേസിക്കിൽ നിന്ന് തുടങ്ങി വലിയ ഹ്യൂജ് മണി ഇട്ടല്ല നമ്മൾ ആദ്യം ബിസിനസ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റ് നമ്മുടെ കയ്യിലേക്ക് വന്നു, അതിനെ ചെറുതായ രീതിയിൽ എങ്ങനെയാണ് ബേസിക്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, അതിൽ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്നൊരു ചെറിയ പെർസെൻറ്റേജ് റിട്ടേൺ നമുക്ക് കിട്ടി തുടങ്ങുമ്പോൾ എന്ത് ചെയ്യാം? നമുക്കതിനെ പയ്യെ അപ്ഗ്രേഡ് ചെയ്യാം. പയ്യെ നമുക്കതിനെ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് വരാം. അതിപ്പം ട്രേഡിംഗ് എന്ന് മാത്രമല്ല കേട്ടോ, ഏതൊരു ബിസിനസ്സിനെ നിങ്ങൾ ചെയ്യുവാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും കൃത്യമായിട്ട് നമുക്ക് ലോങ് റണ്ണിൽ നിലനിൽക്കാൻ പറ്റുന്നത്. അങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, അപ്പോൾ അതേപോലെ തന്നെ ട്രേഡിങ്ങിനെ കാണുക. നമുക്കിപ്പോൾ ഏത് മുഖേന ട്രേഡിങ്ങിന് കുറേ ഫേസസ് ഉണ്ട്. ആ ഏത് ഫേസിൽ നിന്ന് നമുക്ക് കംഫർട്ടബിളായിട്ട് നമ്മുടെ ജോലിയോടൊപ്പം നമ്മുടെ ജോലി പോകാതെ, നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ നമുക്ക് നഷ്ടപ്പെടാതെ, ലോസസ് ഉണ്ടാകാതെ എന്ന് ഞാൻ പറയുന്നില്ല. ലോസസ് എന്തായാലും പാർട്ട് ഓഫ് ദ ഗെയിമാണ്, അതെന്തായാലും ഉണ്ടായേ പറ്റുള്ളൂ. ഓക്കെ, ലോസസിനെ നമുക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഇമോഷൻസിനനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ട്രേഡിങ്ങിൽ നിന്ന് ആദ്യം വരുമാനം കണ്ടെത്താം എന്നാണ് ആദ്യം ബിഗിനേഴ്സ് ചിന്തിക്കേണ്ടത്. അതിൻ്റെയൊക്കെ ഒരു പരിഹാരമായിട്ടാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ എല്ലാ കാര്യത്തിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം, ചെറിയൊരു വരുമാനം എന്നും പറഞ്ഞിട്ട് വലിയൊരു ഇൻകം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു ചെറിയ സൈഡ് ഇൻകം പോലെ നമ്മുടെ ജോലിയോടൊപ്പം കിട്ടി തുടങ്ങുമ്പോൾ അതിനൊരു കൺസിസ്റ്റൻസി വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലേക്ക് പോകാം. നമ്മളത് മാറ്റി നിർത്തണ്ട. അതുവരെ സമയമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ കുറേ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്, നല്ല രീതിയിൽ വർക്കിംഗ് ആവുന്ന കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം, അത് വർക്കിംഗ് ആവുന്നുണ്ടോ, അത് നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്യാം അല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിട്ട് നമ്മൾ സ്വിംഗ് ട്രേഡ്സിന് ചെറിയ നമ്മുടെ റിയൽ മണി ഇട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ കൃത്യമായിട്ടുള്ള വേ. ഇതാണ് ഇത് പ്രത്യേകിച്ച് ഞാൻ ബിഗിനേഴ്സിനോടാണ് പറയുന്നത്. ഇതാണ് കൃത്യമായിട്ടുള്ള ട്രേഡിങ്ങിൻ്റെ വേ. നിങ്ങൾ സ്വിംഗ് ട്രേഡ് ചെയ്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ആകുന്നത്, അത് ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നല്ല, സ്റ്റോക്ക് ആണെങ്കിലും ഏത് തന്നെയാണെങ്കിലും മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ആകുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കുറേ നാൾ അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് തന്നെ ആരോടും ചോദിക്കാതെ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് അങ്ങോട്ട് പോകാനെ കൊണ്ട് സാധിക്കും. അതായത് ഞാൻ പറഞ്ഞു തന്നത്, എൻ്റെ ധന്നിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഫുള്ളും എൻ്റെ കഴിഞ്ഞ മന്ത് ജൂൺ മന്ത് ഫുള്ള്
ജൂൺ മന്ത്, അതെ. ജൂൺ മന്ത് ഫുള്ളും ഞാൻ സ്വിംഗ് ട്രേഡ്സ് ആയിരുന്നു ചെയ്തത്. അപ്പോൾ അതിലൂടെ എനിക്കൊരു ചെറിയൊരു വരുമാനം, ഒരു സൈഡ് ഇൻകം പോലെ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കൂടുതലും ട്രേഡ്സ് എല്ലാം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് എടുത്ത് വേണമെങ്കിൽ കാണാവുന്നതാണ്. ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു ചെറിയൊരു പെർസെൻറ്റേജ് റിട്ടേൺ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് ഞാനൊന്ന് ആദ്യമായിട്ട് കാണിക്കാം. ഓക്കെ. ഇത് എൻ്റെ കഴിഞ്ഞ മന്ത്, അതായത് ജൂൺ മാസത്തിലെ പിയാനിലാണ്. ഓക്കെ. എനിക്കിപ്പോൾ ഇതുവരെ ഇനിയിപ്പോൾ 1-2 ദിവസം കൊണ്ട് മാസം അവസാനിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അന്നേരം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യാം. എൻ്റെ പിയാനിലെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഞാൻ എൻ്റെ ക്യാപിറ്റൽ 50,000 ആയിരുന്നു കേട്ടോ. 50,000 ആണ് എൻ്റെ ക്യാപിറ്റൽ. എനിക്ക് റിയലൈസ്ഡ് പ്രോഫിറ്റ് ആയിട്ട് 4,537 രൂപ. ഓക്കെ. ചാർജസ് 343 രൂപ എനിക്ക് ചാർജസ് ആയിട്ട് വന്നിട്ടുണ്ട്. നെറ്റ് റിയലൈസ്ഡ് ആയിട്ട് എനിക്ക് 4,194 4,200 രൂപയോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് ട്രേഡ്സ് ഇപ്പോൾ റണ്ണിങ് ആണ്. ഇപ്പോൾ ഈ മന്ത് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പം കുറച്ച് ട്രേഡ്സ് ഇപ്പോൾ റണ്ണിങ് ആണ്. 5 ട്രേഡ്സ് ഇപ്പോൾ റണ്ണിങ് ആണ്. ഞാൻ പൊതുവേ 5 ട്രേഡ്സ് ആണ് എപ്പോഴും കേട്ടോ എടുക്കാറുള്ളത്. ഒരു ദിവസം ഞാൻ 5 ട്രേഡ്സ് ആയിരിക്കും എടുത്തിരുന്നത്. ടാർഗറ്റ് അടിക്കുന്നതിനനുസരിച്ചിട്ട് ഞാൻ എക്സിറ്റ് ചെയ്യുമായിരിക്കും. ടാർഗറ്റ് ഓർ സ്റ്റോപ്പ് ലോസ് ഏതാണെങ്കിലും. ഓക്കെ. 10 രൂപ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ട്രേഡ്സ് എടുക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ 50,000 രൂപ ക്യാപിറ്റലുള്ളൂ. അപ്പോൾ അതിനകത്തിൽ നിർത്തിക്കൊണ്ടായിരിക്കും ഓരോ ട്രേഡ്സിലും ഞാൻ 10 രൂപ വീതമാണ്. കണ്ടില്ലേ, കറണ്ട് വാല്യൂ ഇവിടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. 10-ൽ താഴെയാണ്. 10 രൂപ 10,500-നകത്തിൽ താഴെയാണ് എല്ലാ ട്രേഡ്സിൻ്റെയും വാല്യൂസ്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട്. ഓക്കെ. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് ഇപ്പോൾ ഇവിടെ റണ്ണിങ് ആണ്. ഓക്കെ. അപ്പോൾ അതുകൂടെ ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 50,000-ൻ്റെ ഒരു 10%-ഓളം അടുപ്പം 9 to 10% എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞ മാസം ജൂൺ മാസം നോക്കുകയാണെങ്കിൽ ഒരു 28 ട്രേഡ്സ് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പിയാനിൽ അതിൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു നല്ലൊരു ഇൻകം തന്നെയാണല്ലേ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ക്യാപിറ്റലിൻ്റെ 10%-ഓളം അടുപ്പിച്ച് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. ഒരു വലിയ തെറ്റില്ലാത്ത ഒരു നല്ല ഒരു റിട്ടേൺ ആണല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ 4,000 രൂപയല്ലേ ഉള്ളൂ. പക്ഷേ എൻ്റെ ക്യാപിറ്റൽ എത്രയായിരുന്നു? 50,000 ആയിരുന്നു. അവിടെ 5 lakh ആയിരുന്നെങ്കിൽ എൻ്റെ ഇവിടെ എന്ത് കാണിച്ചേനെയും 50,000 കാണിച്ചേനെ അല്ലേ. 50,000 കാണിച്ചേനെ. അതല്ല, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും ക്യാപിറ്റലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ ഇടുന്ന വീഡിയോ ആണ്, ബിഗിനേഴ്സ് ഒരുപാട് പേര് കാണുന്നുണ്ടാവും. ഞാൻ ഇവിടെ വലിയ ഹ്യൂജ് എമൗണ്ട് ഉള്ളത് ഇട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ആ പ്രോഫിറ്റിലൊക്കെ ഇങ്ങനെ നോക്കി ഇത്രയും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ, അപ്പോഴും അവർ നോക്കുന്നില്ല ഇത്രയും ക്യാപിറ്റൽ ഇട്ടുകൊണ്ടാണ് എനിക്കത് കിട്ടുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ റിയലൈസേഷൻ നിങ്ങളെ അറിയിക്കാനെ കൊണ്ടാണ്. അപ്പോൾ നെക്സ്റ്റ് മന്ത് കൂടെ ഞാൻ ഇതേ ക്യാപിറ്റൽ തന്നെ ഇട്ടിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്യാപിറ്റൽ റേസ് ചെയ്യും. ഓക്കെ. അപ്പോൾ എനിക്കിവിടെ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ എനിക്ക് 50,000 ആണ്. അതിൻ്റെ 10% എനിക്ക് എടുക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിലെ ക്യാപിറ്റൽ ചിലപ്പം 10 lakh ആയിരിക്കും, ചിലപ്പം 20 lakh ആയിരിക്കും, ചിലപ്പോൾ 1 crore ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു 10% അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു 2% എക്സ്ട്രാ കിട്ടിയാൽ നമുക്കൊരു നല്ല വരുമാനം തന്നെയല്ലേ. നമ്മുടെ സൈഡ് ഇൻകം ആയിട്ട് നമുക്ക് അതിനെ കണ്ടുകൂടെ അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 10 lakh ആയിരുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ ഒരു 1 lakh പ്രോഫിറ്റ് കാണിച്ചേ അല്ലേ. എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ റിയലൈസ്ഡ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ എനിക്കിവിടെ 1 lakh കാണിച്ചേനെ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫിഗറിനെ നോക്കണ്ട, ഇതിൻ്റെ പേഴ്സൻറ്റേജ് മാത്രം നോക്കിയാൽ മതി. ഇതിപ്പോൾ 4,100 അത്രയും ഒരു എമൗണ്ട് അല്ലേ ഉള്ളൂ മന്ത്ലി എന്ന് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ അതിൻ്റെ പേഴ്സൻറ്റേജ് നോക്കിയാൽ മതി. നിങ്ങളുടെ കയ്യിൽ നല്ല ക്യാപിറ്റൽ ആവുന്ന സമയത്ത്, ഇതുപോലെ 10 lakh ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ 1 lakh കണ്ടേനെ. ഇതേ ട്രേഡ്സ് തന്നെ നിങ്ങൾക്ക് അതിനകത്തിൽ എടുത്താൽ മതി. ഇത്രയും പ്രോഫിറ്റ് തന്നെ ജനറേറ്റ് ചെയ്താൽ മതി. ഇതേ ലോസസ് നിങ്ങൾക്ക് ഉണ്ടായാലും ഇത്രയും പ്രോഫിറ്റ് തന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ടേനെ മന്തിൻ്റെ അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഇതിനെ കൺസിസ്റ്റൻസിയോടുകൂടി നിലനിർത്താൻ പറ്റിയാൽ മതി അല്ലേ. നമുക്ക് എല്ലാ മാസവും 10% എടുക്കാൻ പറ്റുമെന്നല്ല, എന്നാലും ഒരു മോശമല്ലാത്ത ഒരു ഇൻകം 2% എബോവ് ഒക്കെ എവിടെ കിട്ടിയാലും നമുക്കത് പ്രോഫിറ്റ് തന്നെയാണ് അല്ലേ. ഒരു സൈഡ് ഇൻകം ആയിട്ട്, കാരണം നമ്മൾ ജോലി കളഞ്ഞിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ അതൊരു സൈഡ് ഇൻകം തന്നെയാണ്. അപ്പോൾ ഈ ജൂലൈ മാസത്തെ പിയാനിലെ കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് കൃത്യമായിട്ട് അതിനകത്ത് ഞാൻ എങ്ങനെയാണ് മണി മാനേജ്മെൻറ്റ് ചെയ്തത്, എൻ്റെ ട്രേഡ്സ് എങ്ങനെയാണ് ഞാൻ എക്സിക്യൂട്ട് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. അപ്പോൾ ഒരു 1-2 ദിവസം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അന്നേരം ഈ മന്ത് കഴിയുമ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ കൃത്യമായിട്ട് ഇടാം. ഓക്കെ. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, നെക്സ്റ്റ് മന്ത് മുതൽ ഞാൻ ചെയ്യുന്ന ട്രേഡ്സ് എല്ലാം ഈ യൂട്യൂബ് ചാനലിൽ, അതായത് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ തലേ ദിവസം തന്നെ അപ്ഡേഷൻ ചെയ്യാനെ കൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് തലേ ദിവസം തന്നെ ഞാൻ എടുക്കാൻ പോകുന്ന ട്രേഡ്സിൻ്റെ എൻട്രി, എക്സിറ്റ്, ടാർഗറ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ തലേ ദിവസം തന്നെ നമ്മുടെ ഈ ട്രേഡിംഗ് ബെൽസ് എന്ന ചാനലിലൂടെ തലേ ദിവസം തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യും. ഞാൻ ഒരു മാസം അത് കൃത്യമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ. ഞാൻ നേരത്തെ കരുതിയിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്തിലേക്ക് എൻ്റെ ട്രേഡ്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കരുതിയത് അതിനകത്തിൽ ഉള്ള മെമ്പേഴ്സിന് മാത്രമേ എൻ്റെ ട്രേഡ്സ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കാണാൻ കൊണ്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പക്ഷേ യൂട്യൂബിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കാണാൻ കൊണ്ട് സാധിക്കും. അപ്പോൾ ഈ 1 മന്ത് ഞാൻ എന്തായാലും അത് അങ്ങനെ ചെയ്തു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സിനും അത് നമുക്ക് നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് ട്രേഡ്സ് എല്ലാവർക്കും കാണാനെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇത് ഞാൻ ഇപ്പോഴും പറയുന്നു, സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. തീർച്ചയായിട്ടും ഞാനത് എടുത്തു പറയാം, സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അനാലിസിസും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് അതിനകത്തിൽ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ട്രേഡ്സ് എടുക്കാം. ഓക്കെ, ഞാൻ എടുക്കുന്ന ട്രേഡ്സ് ആയിരിക്കും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഞാൻ ഒരു ദിവസം 5 ട്രേഡ്സ് ആയിരിക്കും റൺ ചെയ്യുന്നത്. ആ 5 ട്രേഡ്സിൻ്റെ തലേ ദിവസം തന്നെ അപ്ഡേഷൻ ഉണ്ടാവും നമ്മുടെ ചാനലിൽ. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തത്തുള്ളൂ, നിങ്ങളുടെ കൈകളിലേക്ക് എത്തത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ജൂൺ 1 മുതൽ, അതായത് ഈ മാസം ജൂലൈ 1 മുതൽ ഞാൻ അതിൻ്റെ അപ്ഡേഷൻ കൃത്യമായിട്ട്, അതായത് ജൂലൈ 1-ാം തീയതി ഞാൻ എടുക്കുന്ന ട്രേഡ്സ് തലേ ദിവസം തന്നെ 31-ാം തീയതി തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെയും ഞാൻ പറയുന്നു, സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ അനാലിസിസും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അതെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ട്രേഡ്സ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. എന്ത് തന്നെയാണെങ്കിലും നെക്സ്റ്റ് മന്തും ലാസ്റ്റ് ഇതേപോലെ തന്നെ ഞാൻ എടുക്കുന്ന ട്രേഡ്സ് വെച്ചിട്ട്, അതായത് നമ്മുടെ ചാനലിൽ ഇട്ടിരിക്കുന്ന ട്രേഡ്സ് വെച്ചിട്ട് ഞാൻ എടുത്ത എൻ്റെ ട്രേഡ്സിൻ്റെ PNL ഞാൻ നെക്സ്റ്റ് മന്തും ലാസ്റ്റ് ഞാൻ പ്രോഫിറ്റ് ഓർ ലോസ് അത് ഏത് തന്നെ ആയിക്കോട്ടെ ഉറപ്പായിട്ടും ഷോർട്ടായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കും. ഓക്കെ, ഇതേ സെയിം എമൗണ്ട് തന്നെ വെച്ചിട്ടായിരിക്കും നെക്സ്റ്റ് മന്ത് കൂടെ ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്യാപിറ്റൽ റേസ് ചെയ്യും, കുറച്ചും കൂടെ കൂട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങളും ഇതേ മെത്തേഡിൽ തന്നെ പോകുന്നതായിരിക്കും. ക്യാപിറ്റൽ അലോക്കേഷൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പം നിങ്ങൾ 50,000 തുടക്കത്തിൽ ഇടണമെന്നല്ല പറഞ്ഞത്, 10,000 ഇടുക, 20,000 ഇടുക, ഇങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കും കൂടെ ആ ഒരു മെത്തേഡ് മനസ്സിലാകാനെ കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു 50,000 എന്ന ചെറിയ എമൗണ്ടിൽ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് പയ്യെ നമുക്ക് ഇതിലൂടെ ക്യാപിറ്റൽ കൂട്ടാം. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാനാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം നെക്സ്റ്റ് മന്ത് ഞാൻ എടുക്കുന്ന ഒരു ട്രേഡ്സ് പോലും നിങ്ങളോട് അപ്ഡേഷൻ ഇല്ലാതെ ഞാൻ എടുക്കില്ല. ഓക്കെ, എല്ലാ ട്രേഡ്സും ഞാൻ തലേ ദിവസം തന്നെ, എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്പം വീഡിയോസ് ഉണ്ടാവും. ചിലപ്പോൾ ഷോർട്സ് ആയിരിക്കും. എങ്ങനെ തന്നെയാണെങ്കിലും ഞാൻ എടുക്കുന്ന ട്രേഡ്സിൻ്റെ അപ്ഡേഷൻ തലേ ദിവസം തന്നെ, എടുക്കുന്ന സമയത്തുമല്ല, തലേ ദിവസം തന്നെ മാക്സിമം ഞാൻ അപ്ഡേഷൻ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് കിട്ടാനെ കൊണ്ട് മാക്സിമം ആൾക്കാരിലേക്ക് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പം ഞാൻ നല്ല നല്ല കണ്ടൻസുകൾ, ചിലപ്പോൾ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടും. പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ ചാനലിൻ്റെ വളർച്ചയ്ക്കും കാരണമാകും. അല്ലാതെ ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടാനെ കൊണ്ട് മാത്രം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ചാനലിനും ഒരു വളർച്ച ഉണ്ടാവും. അതിനകത്ത് ഞാൻ എന്താ പറയുന്നത്, അത് ഒരു മറയൊന്നും വെക്കേണ്ട ഒരു കാര്യങ്ങളുമില്ല. ഉറപ്പായിട്ടും അത് എൻ്റെ ചാനലിനും കൂടെ ഒരു വളർച്ചയ്ക്ക് കാരണമാകും. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അത്യാവശ്യം ആൾക്കാരിലേക്ക് ഒന്ന് എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കോ കമൻറ്റോ ഒക്കെ ഒന്ന് കൊടുക്കാനെ കൊണ്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് പറയാനുള്ളത്. നെക്സ്റ്റ് മന്ത് നമ്മൾ ഒന്നിച്ച് ട്രേഡ് ചെയ്യും. ജൂലൈ 1-ാം തീയതിയിലെ ട്രേഡ്, ജൂലൈ 1-ാം തീയതി ഈ മൺഡേയിൽ എടുക്കുന്ന ട്രേഡ് തലേ ദിവസം തന്നെ നമ്മുടെ ചാനലിൽ അപ്ഡേഷൻ ഉണ്ടാവും. ഇന്ന ട്രേഡ്സ്, ഇന്ന ടാർഗറ്റ്, ഇന്ന സ്റ്റോപ്പ് ലോസ്, എല്ലാ കാര്യങ്ങളും ഞാൻ എടുക്കുന്നത് എൻ്റെ പേഴ്സണൽ ട്രേഡ്സ് കൃത്യമായിട്ട് ഈ ചാനലിലൂടെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് വീണ്ടും ഞാൻ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ മന്ത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഈ മന്തിലെ PNL, അതായത് ജൂൺ മന്തിലെ PNL ഞാൻ ഒന്നുകൂടെ കൃത്യമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാകും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.